നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8086ന്റെ അഡ്രസ്സിംഗ് മോഡാണ് പഠിച്ചത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് 8086ന്റെ ഇൻസ്ട്രക്ഷൻസിനെ പറ്റിയിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്ന് രണ്ട് ഇൻസ്ട്രക്ഷൻസിനെ പറ്റിയിട്ടേ പഠിക്കുന്നുള്ളൂ. ഡാറ്റ ട്രാൻസ്ഫറും അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസും. സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാവും. ഐ ടിക്കാർക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. കാരണം 8051 നമ്മൾ കുറച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ലാബിന് വേണ്ടിയിട്ട്. നമുക്ക് തുടങ്ങാം. 8086 അല്ലെങ്കിൽ 8088 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8086ഉം 8088ഉം തമ്മിൽ ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 8086 അല്ലെങ്കിൽ 8088ന്റെ ഇൻസ്ട്രക്ഷൻസിന് കുറേ കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ കാറ്റഗറീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡാറ്റ കോപ്പി ഓർ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ, ലൂപ്പിംഗ് ഇൻസ്ട്രക്ഷൻ, മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ, ഫ്ലാഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ, ഷിഫ്റ്റ് ആൻഡ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻ, സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻസ്. ഇത്രയും ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പഠിക്കാനുണ്ട് ഈ ഒരു 8086 ഇൻസ്ട്രക്ഷൻ്റെ കാറ്റഗറീസിൽ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ് മനസ്സിലാക്കാൻ എന്ന് വിചാരിച്ചിട്ട് വായിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. മനസ്സിലാക്കണ കൺസെപ്റ്റ് ഇതൊറ്റൊന്ന് പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം പഠിക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ആർക്കിടെക്ചറൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിന് കാണണം. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡാറ്റ കോപ്പി ഇൻസ്ട്രക്ഷൻ. ട്രാൻസ്ഫർ പേര് തന്നെയുണ്ട്, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എങ്ങുന്നോ എങ്ങോട്ടേക്ക് എന്തോ ട്രാൻസ്ഫർ ചെയ്ത് പോകും, അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മീനിങ്. ഓക്കെ, അല്ലെങ്കിൽ ഡാറ്റ കോപ്പി. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇൻഡ് എ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ എയിലോട്ട് അസൈൻ അല്ലേ ചെയ്യുന്നത്? ഒരു അസൈൻമെന്റ് അല്ലേ? അതായത് 5 എന്ന് പറയുന്ന വാല്യൂ എയിലോട്ട് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോപ്പി എയിലേക്ക്, 5ന്റെ ഒരു കോപ്പി എയിലേക്ക് ഉണ്ടായി മാറും. അതാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേഷൻ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസിൽ യൂസ് ചെയ്യുന്നത്. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. എന്തോ ഒരു സാധനം എങ്ങോട്ടേക്കോ മൂവ് ചെയ്യുക, അതാണ് മൂവ് ഇൻസ്ട്രക്ഷൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂവ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ ദ ഇൻസ്ട്രക്ഷൻ, അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക. ഒന്നുകിൽ ആ ഡാറ്റ രജിസ്റ്റർ ടു രജിസ്റ്റർ ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്ററിൽ നിന്ന് മെമ്മറിയിലോട്ടുള്ള ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലോട്ടുള്ള ട്രാൻസ്ഫർ ആയിരിക്കാം. ഓക്കെ, ഇതാണ് മൂവ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇവിടെ മൂവ് AX, 5000 എന്നുണ്ട്. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ മൂവ് AX, 5000. ഇതിൽ 5000 എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. ആ വാല്യൂ എങ്ങോട്ടേക്ക് മൂവ് ചെയ്തു? AX എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തു. അതാണ് ഇതിന്റെ മീനിങ്. മൂവ് AX, തേർഡ് ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ മതി. മൂവ് AX, 5000. 5000 എന്ന് പറയുന്ന വാല്യൂ AXലോട്ട് മൂവ് ചെയ്തു. 5000 ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. ഇമ്മീഡിയറ്റ് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ ഡയറക്റ്റ് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുക. ഇതിനൊരു ബ്രാക്കറ്റിലാണെങ്കിൽ അത് മെമ്മറി അഡ്രസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 5000 എന്ന് പറയുന്ന വാല്യൂ AX എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തു. ഇത് ഏത് അഡ്രസ്സിംഗ് മോഡാ? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇനി മൂവ് AX, BX എന്ന് പറയുമ്പോൾ എന്താണ്? BXലുള്ള വാല്യൂ AXലോട്ട് മൂവ് ചെയ്തു. ഇനി മൂവ് AX, SI. ഇത് പറഞ്ഞാൽ എന്താണ്? SI എന്ന് പറയുന്ന ഒരു അഡ്രസ്സിലുള്ള വാല്യൂ, ഈ അഡ്രസ് കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ആ ഏതോ കാൽക്കുലേറ്റ് ചെയ്ത ഒരു അഡ്രസ്സിലുള്ള വാല്യൂ AXലോട്ട് മൂവ് ചെയ്തു. ഇത് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ് ആണ്. ഇത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്, കാരണം ഇതിൽ രണ്ടും രജിസ്റ്റേഴ്സ് ആണ്. ഇത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്, കാരണം ഇൻഡയറക്റ്റ് ആയിട്ടൊരു മെമ്മറീനെ സ്പെസിഫൈ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഒരു ടൈപ്പ് ഓഫ് മൂവ് നമുക്ക് പോസിബിൾ അല്ല. മൂവ് DS, 5000 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല. കാരണം 5000 വാല്യൂ DSലോട്ട് ഡയറക്റ്റ്, DS എന്ന് പറയുന്നത് ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റർ ആണ്. ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്ററിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ 8086 ഇല്ല. മൂവ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു റൈറ്റ് സൈഡിലുള്ള പെർട്ടിക്കുലർ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം, ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാം. അത് ചിലപ്പോൾ രജിസ്റ്ററിൽ നിന്ന്
രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് വാല്യൂ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് വാല്യൂ മെമ്മറിയിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഒരു വാല്യൂ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് രജിസ്റ്റർ എന്നൊരു വാല്യൂ മെമ്മറിയിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കാം. അത് ഏത് രീതിയിലുള്ള മൂവ്മെന്റും ആയിരിക്കാം. ഇത് ജസ്റ്റ് ഒരു 2 എക്സാമ്പിൾ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. പല ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാം. ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. റൈറ്റ് സൈഡിലുള്ള എന്താണുള്ളത് അത് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാം. 5000 എന്ന് പറയുന്ന വാല്യൂ ആണ് എക്സിലോട്ട് മൂവ് ചെയ്ത്, ബി എക്സിലുള്ള വാല്യൂ എ എക്സിലോട്ട് മൂവ് ചെയ്തു. ഇവിടെ ഒരു പെർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷനിലുള്ള വാല്യൂ എ എക്സിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഇനി 8086 പെർമിറ്റ് ചെയ്യാത്ത ഒരു കാര്യമാണെന്ത്, മൂവ് DS, 5000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്ററിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു അതായത് ഈ ഒരു പെർട്ടിക്കുലർ എന്താണ് ഇത് 8086 പെർമിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ബാക്കി എന്താണ് അതർ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ അതായത് DS-ലോട്ട് നിങ്ങൾക്ക് ഒരു 5000 അല്ലെങ്കിൽ ഒരു വാല്യൂ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ആ വാല്യൂ AX എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുക. അതിനുശേഷം AX എന്ന് മാത്രമേ DS-ലോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ. ഡയറക്റ്റ് ഒരിക്കലും DS എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ഒരു മൂവ്മെന്റ് പോസിബിൾ അല്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് DS-ലോട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അഡ്രസ് കാൽക്കുലേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കേസസ് അവിടെ വരുന്നില്ല. പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഒരു ഡാറ്റ സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ വേണം എന്ന് വിചാരിക്കുവാണെങ്കിൽ, അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ തന്നെ പോകണം, ആ വാല്യൂവിനെ ആദ്യം AX-ലോട്ട് മൂവ് ചെയ്തതിനു ശേഷം AX ഉള്ള വാല്യൂ എടുത്തിട്ട് DS-ലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അത് മാത്രമേ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ മൂവ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലായി. അതായത് വാല്യൂ മൂവ് ചെയ്യാം, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ്മെന്റ്. ഇനി നെക്സ്റ്റ് പുഷ് ഇൻസ്ട്രക്ഷൻ. അടുത്ത ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ് പുഷ്. പുഷ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുഷ് യൂസ് ചെയ്യുന്നത്, സ്റ്റാക്കിലോട്ട് എന്തെങ്കിലും വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുഷ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. സ്റ്റാക്കിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പൊ കൺസെപ്റ്റ് അറിയാം, പുഷും പോപ്പും. ഇനി എങ്ങനെയാണ് 8086 പുഷും പോപ്പും നടക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ പുഷ് AX എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണ്, AX-ലുള്ള വാല്യൂ പുഷ് ചെയ്യാണ്, എങ്ങോട്ട്, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുക, മൂവ് ചെയ്യാണ്. ഓക്കെ, അതാണ് ഈ ഇൻസ്ട്രക്ഷന്റെ മീനിങ്. AX-ലുള്ള വാല്യൂ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, അതാണ് പുഷ് AX. അത് മനസ്സിലായല്ലോ. ഇനി ഇത് ഇന്റേണലി എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. AX എന്ന് പറയുന്നത് ഒരു 16-ബിറ്റ് രജിസ്റ്റർ ആണെന്ന് അറിയാലോ. AX-ന് 2 പാർട്ട് ഉണ്ടെന്ന് അറിയാലോ. AH പാർട്ടും അതായത് ഹയർ ഓർഡർ ബിറ്റും ഉണ്ട്, ലോവർ ഓർഡർ ബിറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ AX-ഉള്ള വാല്യൂ എന്ന് പറയുന്നത് 5522 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ 22 എന്ന് പറയുന്നത് ലോവർ ഓർഡർ ബിറ്റ് AL ആയിരിക്കും ഉണ്ടാവുക, ഹയർ ബിറ്റ് 55 എന്നുള്ളത് ഹയർ ഓർഡർ ബൈറ്റ് AH-ലും ആണ് ഉണ്ടാവുക. അപ്പോൾ AX ഒരു 16 ബിറ്റ് ആണ്. അപ്പോൾ 5522 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് ഇതിലുള്ളത്. അതിലുള്ള ലോവർ ഓർഡർ ബിറ്റ് AL-ലും ആണ് ഉള്ളത്, ഹയർ ഓർഡർ ബിറ്റ് AH-ലും ആണ് ഉള്ളത്. ഓക്കെ, ഇനി പുഷ് AX എന്ന് പറയുമ്പോൾ എന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം ഏതാണ് പുഷ് ചെയ്യുക, ലോവർ പാർട്ട് ആദ്യം, ഹയർ പാർട്ട് ആദ്യം പുഷ് ചെയ്യും. അതായത് ഒരു 16-ബിറ്റ് നമ്പറിന്റെ ഹയർ പാർട്ട് ആദ്യം സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, സ്റ്റാക്കിൻ്റെത് ഇത് കൂടി അടുത്ത പോയിന്റിലേക്ക് സ്റ്റാക്ക് പോയിന്റർ ഒന്ന്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സ്റ്റാക്ക് എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ പഠിച്ചത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സ്റ്റാക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യും അല്ലെ, സ്റ്റാക്ക് ഒന്ന് ഗ്രോ ചെയ്യും. എന്നിട്ട് അതായത് അഡ്രസ് ഒന്ന് കൂടിയിട്ട് തൊട്ടടുത്ത ലൊക്കേഷനിൽ പോയി നിൽക്കും. അപ്പൊ എന്ത് ചെയ്യും, അടുത്ത വാല്യൂ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ഇൻക്രിമെന്റ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് സ്റ്റാക്ക് പോകുന്നത്. അത് നിങ്ങൾക്കറിയാം. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാക്ക് ഗ്രോ ചെയ്യുന്നുണ്ട്. സ്റ്റാക്കിൻ്റെത് എന്താണ്, ലൊക്കേഷൻ കൂടി വരുന്നുണ്ട്. പക്ഷേ സ്റ്റാക്ക് ഗ്രോ ചെയ്യുന്നത് ഒപ്പോസിറ്റ് ആണ്. എന്തിന് ഒപ്പോസിറ്റ്, ദ ഡയറക്ഷൻ ഓഫ് ദ അഡ്രസ് ആണ്. അഡ്രസ് വാല്യൂവിന് ഒപ്പോസിറ്റ് ആണ് ഗ്രോ ചെയ്യുന്നത്. സ്റ്റാക്കിലോട്ട് വാല്യൂ പുഷ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റാക്ക് ഇങ്ങനെ വലുതായി പോവും. പക്ഷേ അഡ്രസ് ലൊക്കേഷൻ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഒരു 5000-ലാണ് ആദ്യത്തെ വാല്യൂ പുഷ് ചെയ്തെന്ന് വെച്ചോ. ഓക്കെ,
സ്റ്റാക്ക് പോയിന്റർ ഇപ്പോൾ 5000-ലാണുള്ളത്. അപ്പോൾ 5000-ൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത വാല്യൂ സ്റ്റാക്ക് പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്നത് 5000 നിന്ന് സാധാരണ കേസിൽ 5002-ലാണ് പോകേണ്ടത്. അത് തൊട്ടടുത്ത ലൊക്കേഷനിലാണ് പോകേണ്ടത്. ഓക്കെ, 5001-ലാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അഡ്രസ് ലൊക്കേഷൻ ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് പോവുക. സ്റ്റാക്ക് ഗ്രോ ചെയ്യും, പക്ഷെ അഡ്രസ് ഡിക്രിമെന്റ് ചെയ്താണ് പോവുക. അപ്പോൾ 5000-ലാണ് ഇപ്പോൾ നിങ്ങൾ പുഷ് ചെയ്തതെങ്കിൽ ഇനി തൊട്ടടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡിക്രിമെന്റ് ആണ് ചെയ്യുന്നത്. 8086-ന്റെ കേസിൽ സ്റ്റാക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വാല്യൂ ഗ്രോ ചെയ്യുന്നത്, അഡ്രസ് ലൊക്കേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഗ്രോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 5000-ൽ ഇപ്പൊ ഞാൻ 22 പുഷ് ചെയ്തെങ്കിൽ അടുത്തത് പുഷ് ചെയ്യുക എവിടെയാണ്? 4999-ലാണ് പുഷ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാക്ക് ഗ്രോ ചെയ്യും, പക്ഷെ അഡ്രസ് ലൊക്കേഷൻ ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? ഹയർ ബിറ്റ് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. അതിനുശേഷം ആ സമയത്ത് സ്റ്റാക്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇതൊരു ഹെക്സ് ഡെസിമൽ, അതിന്റെ സ്റ്റാക്കിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഈ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് സ്റ്റാക്കിന്റെ ലൊക്കേഷൻ. ഇവിടെ ആരൊക്കെയോ ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട്. ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നില്ല, കാരണം ഞാൻ പുറകിലോട്ട് പോകുന്നില്ല. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് എത്രയോ തവണ, അത് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ പുഷ് എ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഉള്ള വാല്യൂ സ്റ്റാക്കിലോട്ട് പുഷ് ആണ് ചെയ്യുന്നത്, സ്റ്റാക്കിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓർഡർ ബിറ്റ് ആദ്യം പുഷ് ചെയ്യും, അതിനുശേഷം ലോവർ ഓർഡർ ബിറ്റ് പുഷ് ചെയ്യും. ഓക്കെ, ഹയർ ഓർഡർ ആയ 55 ഞാൻ സ്റ്റാക്കിലേക്ക് കൊടുത്തതിന് ശേഷം സ്റ്റാക്കിന്റെ അഡ്രസ് ലൊക്കേഷൻ ഒരു ബൈറ്റ് ഡിക്രിമെന്റ് ചെയ്യും. ഓക്കെ, തൊട്ടടുത്ത ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യും. അതിനുശേഷം 22 ലോവർ ഓർഡർ ബിറ്റ് പുഷ് ചെയ്യും സ്റ്റാക്കിലോട്ട്. ഓക്കെ, കംപ്ലീറ്റ് സ്റ്റാക്ക് ഓപ്പറേഷൻ കഴിയുമ്പോഴേക്ക് 2 ബൈറ്റ് ഡിക്രിമെന്റ് ചെയ്തിട്ടുണ്ടാവും സ്റ്റാക്ക്. ഓക്കെ, 5002-ലാണ് സ്റ്റാക്ക് പോയിന്റ് ചെയ്തെങ്കിൽ പുഷ് എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കഴിയുമ്പോഴേക്ക് 5000-ൽ വന്നു നിന്നിട്ടുണ്ടാവും. കാരണം ആദ്യത്തെ 55 പോകുമ്പോഴേക്ക് 5001-ൽ പോയിന്റ് ചെയ്യും, പിന്നെ അടുത്ത 22 കൂടെ പുഷ് ചെയ്യുന്ന സമയത്ത് 5000-ൽ വന്നു നിൽക്കും. കംപ്ലീറ്റ് ഓപ്പറേഷൻ കഴിയുമ്പോഴേക്ക് സ്റ്റാക്ക് പോയിന്റർ, ഈ മൗസ് പോയിന്റർ നോക്കും, സ്റ്റാക്ക് പോയിന്റർ ഈസ് ഡിക്രിമെന്റഡ് ബൈ 2 ആഫ്റ്റർ ഈച്ച് എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. പുഷ് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് പോയിന്റർ കംപ്ലീറ്റ് എന്തായിട്ടുണ്ടാവും? ഒരു എക്സിക്യൂഷൻ കഴിയുമ്പോഴേക്ക് സ്റ്റാക്ക് പോയിന്റർ 2 ബൈറ്റ് ഡിക്രിമെന്റ് ചെയ്തിട്ടുണ്ടാവും. 2 ബൈറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലോവർ ബൈറ്റ്, അതായത് എൽ 5002-ൽ കൊടുക്കും, എ എച്ച് എവിടെ കൊടുക്കും? 5001-ൽ കൊടുക്കും. അടുത്ത് കഴിഞ്ഞ് സ്റ്റാക്ക് പോയിന്റ് ചെയ്തിരിക്കുക 5000-ലായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ബൈറ്റ് ഡിക്രിമെന്റ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റാക്ക് ഗ്രോ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? അഡ്രസ് വാല്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സ്റ്റാക്ക് പോയിന്റ് ഒരു സൈഡിൽ ഗ്രോ ചെയ്യും, പക്ഷെ അഡ്രസ് വാല്യൂ ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. പുഷ് എ എക്സ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിലുള്ള വാല്യൂ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം പുഷ് ചെയ്യുക ഹയർ ബൈറ്റ് ആണ് പുഷ് ചെയ്യുക, അതിനുശേഷം ലോവർ ബൈറ്റ് പുഷ് ചെയ്യും. പിന്നെ മെമ്മറി ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു ഓപ്പറേഷൻ കഴിയുമ്പോഴേക്ക് 2 ബൈറ്റ് ഡിക്രിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് പുഷ് ചെയ്യുന്നത്. ഇത് ഹെക്സാഡെസിമൽ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എസ് പി എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്റർ, സ്റ്റാക്കിനെ പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ ആണ്. സ്റ്റാക്ക് പോയിന്റർ ഇപ്പോൾ എവിടെയാണോ ഫ്രീ ആയിരിക്കുന്നത് അതിനെയാണ് സ്റ്റാക്ക് പോയിന്റ് ചെയ്തിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി പോപ്പ് ഓപ്പറേഷൻ, പുഷ് ഓപ്പറേഷന്റെ എക്സാമ്പിൾ ആണ് പുഷ് എ എക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എക്സ് ഉള്ള വാല്യൂ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. പുഷ് ഡി എസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡി എസ് ഉള്ള വാല്യൂ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. പുഷ് 5000 എന്ന് പറയുമ്പോൾ എന്താണ്? 5000 ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള വാല്യൂ ആണ് എങ്ങോട്ട് പുഷ് ചെയ്യുന്നത്? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. കറന്റ് സ്റ്റാക്ക് ടോപ്പ് ഡിക്രിമെന്റ് ചെയ്യാണ് വരുന്നത്. പിന്നെ ഫസ്റ്റ് എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? ഫർദർ ആദ്യം എ എച്ച് ഉള്ള വാല്യൂ സ്റ്റോർ ചെയ്യും, അതിനുശേഷമാണ് എ യിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഓപ്പറേഷൻ കഴിയുമ്പോഴേക്ക് സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെന്റഡ് ബൈ 2 ആയിരിക്കും. സ്റ്റാക്ക് പോയിന്റർ 2 ഡിക്രിമെന്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെയും പറഞ്ഞിട്ടുള്ളത്. ഇനി പോപ്പ് ഓപ്പറേഷൻ. പോപ്പ് ഓപ്പറേഷൻ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് നേരെ ഓപ്പോസിറ്റ് പോപ്പ് ഓപ്പറേഷൻ? അതായത് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കുന്നതാണ് പോപ്പ് ഓപ്പറേഷൻ. അതായത് സ്റ്റാക്കിൽ നിന്ന് നമ്മൾ എന്ത് വാല്യൂ ഉണ്ടെങ്കിലും അത് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കുകയാണ് പോപ്പ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് പോപ്പ് എ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാക്കിലുള്ള വാല്യൂ എ എക്സിലോട്ട് വരും. ഓക്കെ, മൂവ് ചെയ്യാണ്. സ്റ്റാക്കിൽ നിന്ന് എ എക്സിലോട്ട് മൂവ് ചെയ്യുന്നു. പോപ്പ് ഡി എസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാക്കിലുള്ള വാല്യൂ ഡി എസിലോട്ട് മൂവ് ചെയ്യുന്നു. പോപ്പ് 5000 എന്ന് പറയുമ്പോൾ മെമ്മറി ലൊക്കേഷൻ ആണ് 5000 കാണിച്ചിരിക്കുന്നത്. ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് സ്റ്റാക്കിൽ നിന്ന് ഒരു വാല്യൂ പോപ്പ് ചെയ്ത് വരും. ഇതേ സെയിം പ്രൊസീജിയർ ആണ് വരുന്നത് പോപ്പ് ചെയ്യുന്ന സമയത്തും.
എന്താണ് പോപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ടോപ്പിലുള്ള ലോവർ ബൈറ്റ് ആണ് ആദ്യം 22 ആണ് ആദ്യം പോപ്പ് ചെയ്ത് വരിക, അതിനുശേഷം 55. ഓക്കെ, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ആണല്ലോ. അപ്പൊ ലാസ്റ്റ് ഇപ്പോൾ പുഷ് ചെയ്യുന്ന സമയത്ത് ഹയർ ബൈറ്റ് ആദ്യം പുഷ് ചെയ്യും, പിന്നെ ലോവർ ബൈറ്റ് പുഷ് ചെയ്യും. പോപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം പോപ്പ് ചെയ്തെടുക്കിയതാണ് ലോവർ ബൈറ്റിലുള്ള 22 പോപ്പ് ചെയ്തെടുക്കും, അതിനുശേഷം 55 പോപ്പ് ചെയ്തെടുക്കും. ഓരോ സമയം പോപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും എന്ത് ചെയ്യും, ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തു ഒരു സ്റ്റാക്ക് ലൊക്കേഷൻ. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പഠിച്ച കൺസെപ്റ്റിന്. സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ആയി വരുന്നുണ്ടായിരുന്നത് പുഷ് ചെയ്യുമ്പോൾ, ഇവിടെ പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് പോയിന്റർ ഡിക്രിമെന്റ് ആണ് ചെയ്തു വരുന്നത്. പോപ്പ് ചെയ്യുന്ന സമയത്ത് സാധാരണ കേസിൽ ഡിക്രിമെന്റ് ആണ് ചെയ്യേണ്ടത്, സോറി ഇൻക്രിമെന്റ് ആണ് ചെയ്യേണ്ടത്, ഇവിടെ ഡിക്രിമെന്റ് ചെയ്തു വരും. ഓക്കെ, കൺഫ്യൂഷൻ സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതായത് പുഷ് ചെയ്യുമ്പോഴും പോപ്പ് ചെയ്യുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്. സാധാരണ പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് പോയിന്റർ ഗ്രോ ആണ് ചെയ്യാറ്, ഇവിടെ പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് എന്താണ് തിരിച്ച് ഓപ്പോസിറ്റ് ഡിക്രിമെന്റ് ആണ് ചെയ്യുന്നത്. പോപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് പോയിന്റർ ഇവിടെ എന്താ ചെയ്യുന്നത്, ഗ്രോ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, സാധാരണ കേസിൽ ഡിക്രിമെന്റ് ചെയ്തിട്ടാണ് വരാറ്. ഓക്കെ, ആദ്യം ലോവർ ബൈറ്റ് പുഷ് പോപ്പ് ചെയ്യും, അതിനുശേഷം ഹയർ ബൈറ്റ് പോപ്പ് ചെയ്യും. പോപ്പ് AX എന്ന് പറയുമ്പോൾ സ്റ്റാക്കിന്ന് വാല്യൂ AXലോട്ട് പോപ്പ് ചെയ്ത് വരുന്നു, അത്രയേ ഉള്ളൂ അതിന്റെ മീനിങ്. ഇനി അടുത്തത് എക്സ്ചേഞ്ച് ഓപ്പറേഷൻ. എക്സ്ചേഞ്ച് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, രണ്ട് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അതായത് രണ്ട് വാല്യൂസ് ഇന്റർചേഞ്ച് ചെയ്യാം. ദിസ് ഇൻസ്ട്രക്ഷൻ എക്സ്ചേഞ്ച് ദ കണ്ടന്റ് ഓഫ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ്. സോഴ്സും ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡിലെ കണ്ടന്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വരുവാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ഇൻസ്ട്രക്ഷനിൽ ചെയ്യുന്നത്. ഇവിടെ എക്സ്ചേഞ്ച് 5000 AX എന്ന് പറയുമ്പോൾ AX ഉള്ള കണ്ടന്റ് 5000 ഈ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലോട്ട് എക്സ്ചേഞ്ച് ആവും. ഇവിടെ ഉണ്ടായിരുന്ന കണ്ടന്റ് ഇങ്ങോട്ടേക്കും പോകും. പരസ്പരം ഒരു മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് XCHG AX BX, AX എന്ന് പറയുമ്പോൾ എന്താണ്, AXലുള്ള വാല്യൂ BXലോട്ടും BXലുള്ള വാല്യൂ AXലോട്ടും വരുന്നു. അതാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ഇനി രണ്ട് മെമ്മറി ലൊക്കേഷൻ തമ്മിലുള്ള എക്സ്ചേഞ്ച് പോസിബിൾ അല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ 5000 എന്നൊരു ലൊക്കേഷൻ ഉണ്ട്, ഇവിടെ വേറൊരു 6000 എന്ന് പറയുന്ന ലൊക്കേഷൻ ഉണ്ട്. ഈ 6000 ലൊക്കേഷനുള്ള വാല്യൂ 5000ലോട്ടും 5000ലെ വാല്യൂ 6000ലോട്ടും പെർമിറ്റ് ചെയ്യില്ല. ഓക്കെ, അതായത് രണ്ട് മെമ്മറി ലൊക്കേഷൻ തമ്മിലുള്ള എക്സ്ചേഞ്ച് പോസിബിൾ അല്ല. ഒരു മെമ്മറി ലൊക്കേഷൻ ആവാം, അടുത്ത രജിസ്റ്റർ ആവാം, രണ്ട് രജിസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. ഇനി അടുത്തത് ഇൻപുട്ട് ദ പോർട്ട്, IN എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻ മൂവ് നമ്മൾ പഠിച്ചിരിക്കണം, എക്സ്ചേഞ്ച് അറിഞ്ഞിരിക്കണം, പുഷ് അറിഞ്ഞിരിക്കണം, പോപ്പ് അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻപുട്ട് പോർട്ടാണ്. ഇൻപുട്ട് ദ പോർട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ AL,03H. അതായത് ഈ ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നത്, ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ റീഡ് ദ ഡാറ്റ ഫ്രം എ പോർട്ട് ഹൂസ് അഡ്രസ് ഈസ് 303H എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പോർട്ടിലുള്ള, അതായത് ഏതോ ഒരു പോർട്ടിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8086ന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വരുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർട്ടിലുള്ള വാല്യൂ, ഇൻപുട്ട് പോർട്ടിലുള്ള വാല്യൂ റീഡ് ചെയ്തിട്ട് ALലോട്ട് സ്റ്റോർ ചെയ്യും. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏത് പോർട്ടിലുള്ളതാണ്, 03 എന്ന് പറയുന്ന പോർട്ടിലുള്ള വാല്യൂ, 03 എന്ന് പറയുന്ന ഒരു 8-bit പോർട്ടാണ്, അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് 03 ആണ്. ആ 03 എന്ന് പറയുന്ന പോർട്ട് അഡ്രസ്സിലുള്ള വാല്യൂ ALലോട്ട് മൂവ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. പോർട്ട് അഡ്രസ്സിലുള്ള വാല്യൂ ALലോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഡയറക്റ്റ് ആണ് പോർട്ട് അഡ്രസ്സ് കൊടുത്തത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പോർട്ട് അഡ്രസ്സ് കൊടുക്കാതെ DX, ഇവിടെ DX എന്ന് പറയുന്ന ഇൻ AX, DX എന്ന് വെച്ച് കഴിഞ്ഞാൽ DX എന്ന് പറയുന്നതിൽ ഏതോ ഒരു പോർട്ട് അഡ്രസ് ഉണ്ട്, ആ പോർട്ട് അഡ്രസ്സിലുള്ള വാല്യൂ AXലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, DXൽ ഏതോ ഒരു പോർട്ട് അഡ്രസ് ഉണ്ട്, DX എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഏതോ ഒരു പോർട്ട് അഡ്രസ് ഉണ്ട്, ആ പോർട്ട് അഡ്രസ് ഏതിലോട്ട് പോർട്ട് അഡ്രസ്സിലുള്ള വാല്യൂ ഏതിലോട്ട് മൂവ് ചെയ്തു, AXലോട്ട് മൂവ് ചെയ്തു. ഇവിടെ പോർട്ട് അഡ്രസ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു, ഇവിടെ പോർട്ട് അഡ്രസ് എന്തിലാണ് കൊടുത്തിരിക്കുന്നത്, DX എന്ന് പറയുന്ന രജിസ്റ്റർ. ഇനി ഇതേ ഇൻസ്ട്രക്ഷൻ നമുക്ക് രണ്ടായിട്ട് എഴുതാം. ഇത് ഡയറക്റ്റ് പോർട്ട് അഡ്രസ് ഇവിടെ കൊടുത്തത് ഡയറക്റ്റ് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, മൂവ് DX, 0800H. 800H എന്ന് പറയുന്ന ഒരു പോർട്ട് അഡ്രസ് ആണ്, അത് ആദ്യം DX എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇപ്പൊ പോർട്ട് അഡ്രസ് എന്താണ്, DXലുണ്ട്, ആ DXലുള്ള പോർട്ട് അഡ്രസ് റീഡ് ചെയ്ത വാല്യൂ AXലോട്ട് മൂവ് ചെയ്തു. ഇൻപുട്ട് പോർട്ട് എന്ന് പറയുന്ന അഡ്രസ് യൂസ് ചെയ്യുന്നത് പെർട്ടിക്കുലർ പോർട്ട് റീഡ് ചെയ്ത വാല്യൂ
പെർട്ടിക്കുലർ അഡ്രസ് ഒരു രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്ത്. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോർട്ടെന്ന് റീഡ് ചെയ്ത വാല്യൂ നമ്മൾ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ടാണ് പോർട്ട് അഡ്രസ് ഇൻപുട്ട് പോർട്ട് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. പോർട്ടെന്ന് റീഡ് ചെയ്യുന്ന വാല്യൂ രജിസ്റ്ററിലോട്ട് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് AL എന്ന് കൊടുത്തിരിക്കുന്നത്? ഇതൊരു 8-bit പോർട്ടാണ്. 8-bit പോർട്ട് അഡ്രസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 03 എന്ന് പറയുന്നത് 8-bit പോർട്ടാണ്. ഇവിടെ AX, അതുകൊണ്ടാണ് ഒരു ലോവർ മെമ്മറി AL എന്ന് പറയുന്ന 8-bit മെമ്മറി 8-bit രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തു. ഇവിടെ എന്താണ് 16-bit പോർട്ട് അഡ്രസ് ഉള്ള വാല്യൂ ആണ്. അതുകൊണ്ടാണ് 16-bit രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്തു, AX എന്ന് പറയുന്ന രജിസ്റ്റർ. ഓക്കെ, ഇവിടെ AX എന്ന് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, എന്തേ വരും, ലോവർ ബിറ്റിലേക്ക് മാത്രമേ അത് വരും. അപ്പൊ ഈ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ഔട്ട്പുട്ട് പോർട്ട്. ഔട്ട്പുട്ട് പോർട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. അതായത് AL ഉള്ള വാല്യൂ 03 എന്ന് പറയുന്ന ഔട്ട് 03 AL എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? AL എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള വാല്യൂ ഏത് പോർട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്? 03 എന്ന് പറയുന്ന പോർട്ടിലോട്ട് റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. AXലുള്ള വാല്യൂ DX എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള പോർട്ടിലോട്ട്, DXൽ ഏതോ ഒരു പോർട്ട് ഉണ്ട് അതിലോട്ട് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ രണ്ടായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. 0300 എന്ന് പറയുന്ന ഒരു പോർട്ടാണ്. ആ പോർട്ടിലേക്ക്, ആ ഒരു പെർട്ടിക്കുലർ പോർട്ടിലേക്കാണ് AX ഉള്ള വാല്യൂ മൂവ് ചെയ്യുന്നത്. ഇത് രണ്ടായിട്ട് എഴുതിയിരിക്കുകയാണ്. ആദ്യം DXലോട്ട് പോർട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. അതിനുശേഷം AXലുള്ള വാല്യൂ DX എന്ന് പറയുന്ന പോർട്ട് അഡ്രസ്സിലോട്ട്, DX എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള പോർട്ട് അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഇന്നും ഔട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി XLAT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അതായത് ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു 8086 ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കീ പാഡോ, അതായത് ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കീ, നമ്മളിപ്പോൾ ഒരു കീ ഉണ്ടല്ലോ, അതായത് ഹെക്സാഡെസിമൽ കീ പാഡ് നിങ്ങൾ കണക്ട് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ അതായത് 8086 ആയിട്ട് ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്യും. 8086 ആയിട്ട് ഏതെങ്കിലും ഒരു കീബോർഡോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കീബോർഡിൽ നിന്ന് ഒരു കീ പ്രസ് ചെയ്തെന്ന് വെച്ചോ. ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കീയുടെ കോഡ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കീയുടെ കോഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഡ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ കോഡ്സ്. അതായത് എന്തെങ്കിലും ഒരു കോഡ് ഓക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനാണ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. നിങ്ങളൊരു 8086ന്റെ കൂടെയോ 808255 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറിന്റെ കൂടെ നിങ്ങളൊരു ഏതെങ്കിലും ഒരു കീബോർഡ് അങ്ങനെ കണക്ട് ചെയ്യുവാണെങ്കിൽ ആ പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ പ്രസ് ചെയ്ത കീയുടെ കോഡ് ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഓക്കെ, ആ പെർട്ടിക്കുലർ കീയുടെ കോഡ് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് ഇനി നിങ്ങൾ ആ കോഡ് നിങ്ങൾ എന്തിലെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യുവാണെങ്കിൽ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ എന്താണ് 0 to 7 വരെയുള്ള ഇതായിരിക്കും അതിൽ ഡിസ്പ്ലേ ചെയ്യുക. ആ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പെർട്ടിക്കുലർ കോഡ് ഡിസ്പ്ലേ ചെയ്ത് തരും. അത് ഈ ഇൻസ്ട്രക്ഷന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ കോഡ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീയുടെ കോഡ്, ഏതെങ്കിലും ഒരു ഹെക്സാഡെസിമൽ കീ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ കോഡ് നമുക്ക് എന്താണ്? ആ കീയുടെ കോഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ അത് എന്താണ് നിങ്ങളിപ്പോൾ ആസ്കി കോഡൊക്കെ പറയുന്നില്ലേ, എയുടെ സ്മോൾ ലെറ്റർ എയ്ക്ക് ഒരു ആസ്കി കോഡ് ഉണ്ട്, എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എയ്ക്ക് ഒരു ആസ്കി കോഡ് ഉണ്ട്. അതുപോലെ ഒരു പെർട്ടിക്കുലർ കീയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോഡ് നമുക്ക് കിട്ടും ഈ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇതങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിന്റെ തിയറി മാത്രം അറിഞ്ഞിരിക്കുക. അതായത് XLAT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും കീബോർഡ് കണക്ട് ചെയ്യുവാണെങ്കിൽ ആ കീബോർഡിൽ നിന്ന് നിങ്ങളൊരു കീ പ്രസ് ചെയ്യുവാണെങ്കിൽ ആ പെർട്ടിക്കുലർ കീയുടെ കോഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആ കോഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഡ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാനും പറ്റും. ഇനി നെക്സ്റ്റ് ലോഡ് എഫക്റ്റീവ് അഡ്രസ്. ലോഡ് എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത് LEA.
ഒന്നുമില്ല. നമ്മൾ ലോഡ് എഫക്റ്റീവ് അഡ്രസ് ഇൻസ്ട്രക്ഷൻ ലോഡ് ദ എഫക്റ്റീവ് അഡ്രസ് ഫോംഡ് ബൈ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് ഇൻ ടു ദ സ്പെസിഫൈഡ് സോഴ്സ് രജിസ്റ്റർ. അതായത് ഇവിടെ ഇത് LEABXADR എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഇവിടെ സോഴ്സ് ഇതാണ്, സെക്കൻഡ് വൺ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് ഒക്കെ എന്തെങ്കിലും ഒരു അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ അഡ്രസ്സ് നമുക്ക് ഒരു പെർട്ടിക്കുലർ രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഡ് എഫക്റ്റീവ് അഡ്രസ് യൂസ് ചെയ്യുന്നത്. ലോഡ് എഫക്റ്റീവ് അഡ്രസ് ഇൻസ്ട്രക്ഷൻ ലോഡ് ദ എഫക്റ്റീവ് അഡ്രസ് ഫോംഡ് ബൈ ദ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ്. ദാറ്റ് മീൻസ് ഈ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എന്താണ് എഫക്റ്റീവ് അഡ്രസ് ഒരു പെർട്ടിക്കുലർ സോഴ്സ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യാണ് ഇവിടെ നടക്കുന്നത്. അതായത് ADR എന്ന് പറയുന്നതിലാണ് ഒരു എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ എഫക്റ്റീവ് അഡ്രസ് നമുക്ക് എന്തിലോട്ട് സ്റ്റോർ ചെയ്യാൻ, BX എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഡ് എഫക്റ്റീവ് അഡ്രസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡെസ്റ്റിനേഷൻ ഓപ്പറാൻഡ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സ് നിങ്ങൾക്ക് പെർട്ടിക്കുലർ ഒരു രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത അഡ്രസ്സ് രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്, LEA ലോഡ് എഫക്റ്റീവ് അഡ്രസ്. ഓക്കെ, ലോഡ് എഫക്റ്റീവ് അഡ്രസ് എന്താ ചെയ്യുന്നത്, പെർട്ടിക്കുലർ ഒരു എഫക്റ്റീവ് അഡ്രസ് ഡെസ്റ്റിനേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് അഡ്രസ് നമ്മൾ ഒരു പെർട്ടിക്കുലർ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ BX എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താ ഉണ്ടാവുക, ഒരു മെമ്മറി നമുക്ക് കിട്ടിയിരിക്കും. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു മെമ്മറി നമുക്കിപ്പോൾ BX എന്ന് പറയുന്ന രജിസ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതേ സെയിം ഒരു സാധനമാണ് അടുത്ത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ADRഉം BXഉം തമ്മിൽ ഒരു എഫക്റ്റീവ് അഡ്രസ് കണ്ടുപിടിച്ചു. ഇത് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തൊരു എഫക്റ്റീവ് അഡ്രസ് കണ്ടുപിടിച്ചു. ആ എഫക്റ്റീവ് അഡ്രസ് എങ്ങോട്ടേക്ക് ലോഡ് ചെയ്തു, SI എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്ത് കൊടുത്തു. അതിനാണ് ലോഡ് എഫക്റ്റീവ് അഡ്രസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് LDS LES ലോഡ് പോയിന്റർ ടു. ഇതും സെയിം ഇൻസ്ട്രക്ഷൻ. ഈ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ LDS ഓർ LES ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്, ഇവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ലോഡ് LDS BX 5000 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ LES BX 5000. ഇതിൽ എങ്ങനെ വേണമെങ്കിലും LDS ഓർ LES യൂസ് ചെയ്യാം. ഓക്കെ, ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LDS ഓർ LES എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000ലുള്ള വാല്യൂ, ഇപ്പോൾ 5000ലാണല്ലോ പോയിന്റ് ചെയ്തിരിക്കുന്നത്, 5000ലുള്ള വാല്യൂ BX എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യും. ഓക്കെ, അത് കൂടാതെ 5000ലുള്ള വാല്യൂ 5001ലുള്ള വാല്യൂ എന്തിലോട്ട് പോകും, BXൽ വരും. കാരണം ഇതൊരു 8 ബിറ്റ് ആണ്, ഇതൊരു 8 ബിറ്റ് ആണ്. അപ്പോൾ 5000ലുള്ള XX എന്ന് പറയുന്ന വാല്യൂ BXന്റെ ലോവർ ഓർഡർ ബിറ്റിലും പോകും, YY എന്ന് പറയുന്നത് BXന്റെ ഹയർ ഓർഡർ ബിറ്റിലും പോകും. ഇനി തൊട്ടടുത്ത രണ്ട് ലൊക്കേഷനിലുള്ള വാല്യൂസ് DS ഓർ ES രജിസ്റ്ററിലോട്ട് ലോഡ് ആവും. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊണ്ടുള്ള ഉപകാരം. അതായത് നമ്മൾ LDS BX എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേസിൽ എന്താണ് ഈ 5000 എന്ന് പറയുന്ന ഒരു ഇത് എന്തിലോട്ട് പോകും, BX എന്ന് പറയുന്ന ഇതിലോട്ട് ലോഡ് ആവും. പക്ഷെ അതിന്റെ കൂടെ തൊട്ടടുത്ത ലൊക്കേഷനിലുള്ള കാര്യങ്ങൾ ഏതിലോട്ടും കൂടെ പോകും, DS രജിസ്റ്ററിലോട്ടോ ES രജിസ്റ്ററിലോട്ടോ മൂവ് ചെയ്യും. നിങ്ങൾ LDS BX 5000 എന്ന് കൊടുക്കുകയാണെങ്കിൽ പെർട്ടിക്കുലർ BXലോട്ട് മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്, അതിന്റെ കൂടെ എന്തും കൂടെ നടക്കും, DSലോട്ടും അല്ലെങ്കിൽ ESലോട്ടും അതിന്റെ തൊട്ട് താഴെയുള്ള മെമ്മറിയിലുള്ള കാര്യങ്ങളും കൂടെ പോകും. അതാണ് ഇവിടെ പറയുന്നത് LDS ഓർ LES എന്ന് പറയുന്നത്. ഓക്കെ, ആ പെർട്ടിക്കുലർ രജിസ്റ്ററിലോട്ട് മാത്രമല്ല എന്തിലോട്ടും കൂടെ പോകും, DSലും ESലും പോകും. അത് ഏതിലെയാണ്, തൊട്ട് താഴെയുള്ള കാര്യങ്ങൾ അതിലോട്ടും കൂടെ പോകും. ഓക്കെ, ഇത് ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഒരു ഒറ്റ മിനിറ്റ്, അതായത് വേഗം പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് എടുക്കും. LAHF എന്ന് പറയുന്നത് ലോഡ് AH ഫ്രം ലോവർ ബൈറ്റ് ഓഫ് ഫ്ലാഗ്. ഒന്നുമില്ല, നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഫ്ലാഗ് രജിസ്റ്ററിലെ ലോവർ ബൈറ്റ് ഇൻഫർമേഷൻ AH എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യും. അതാണ് LAHF എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഇതൊന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഫ്ലാഗ് രജിസ്റ്ററിലെ ലോവർ ബൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 16 ബിറ്റിലെ 8 ബിറ്റ് സംഭവം ലോവർ ബൈറ്റ്. 8 ബിറ്റ് ആണെങ്കിൽ 4 ബിറ്റ് ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്യും, AHലോട്ട് ലോഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതായത് ഫ്ലാഗ് രജിസ്റ്ററിലെ ലോവർ ബിറ്റ് AHലോട്ട് ലോഡ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ പഠിച്ചതാണ്. ആ ഫ്ലാഗ് രജിസ്റ്ററിലെ ലോവർ ബിറ്റിലെ കണ്ടന്റ് AHലോട്ട് ലോഡ് ചെയ്യും.
ഇനി SAHF എന്ന് പറയുന്നത് എന്താണ്? AHലുള്ള കണ്ടന്റ് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? ഫ്ലാഗ് രജിസ്റ്ററിന്റെ ലോവർ ബൈറ്റിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ്. AH എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടന്റ് ഫ്ലാഗ് രജിസ്റ്ററിന്റെ ലോവർ ബൈറ്റിലോട്ട് സ്റ്റോർ ചെയ്യും. ഇനി പുഷ് F എന്ന് പറയുന്നത് ഫ്ലാഗ് രജിസ്റ്റർ, നമ്മളെ ഫ്ലാഗ് രജിസ്റ്റർ എങ്ങോട്ടേക്ക് പുഷ് ചെയ്യും? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. പോപ്പ് F എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാക്കിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഫ്ലാഗ് രജിസ്റ്റർ ഓൾറെഡി പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോപ്പ് ചെയ്തെടുക്കും. ഓക്കെ, അതാണ് പോപ്പ് ഫ്ലാഗ് ഫ്രം സ്റ്റാക്ക്. ഇത് ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. ഇനി അടുത്തത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ ആണ്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.